നമ്മുടെ നമ്മുടെ പുതിയ പുതിയ ബിസിനസ്സിനെ പരിചയപ്പെടുത്താനും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് വളരെ നല്ല റെസ്പോണ്ടായിരുന്നു. ഒരുപാട് പേര് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ മെസ്സേജുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ച മെസ്സേജുകളുണ്ടായിരുന്നു. ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായില്ല. അതിനകത്ത് എന്താണ് നിലവിലെ സാഹചര്യം യുദ്ധത്തിൻ്റെ സാഹചര്യം ചെറിയൊരു എല്ലാവർക്കും മനപ്രയാസം ഉണ്ടാക്കുന്നൊരു സാഹചര്യം തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. അതിനായിട്ട് ഞാൻ യോജിക്കുന്നുണ്ട്. പിന്നെ പ്രവാസികളുടെ ബുദ്ധിമുട്ട്, പ്രവാസികൾക്കൊക്കെ പ്രത്യേകിച്ച് പ്രവാസ മേഖലയിലുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അതിനെയും ഞാൻ കാണാതെ പോകുന്നില്ല. പിന്നെന്താണ് ടെക്നീഷ്യന്മാരെ കിട്ടാനില്ല. ടെക്നീഷ്യന്മാരെ കിട്ടാനില്ലാത്തതിൻ്റെ കൊണ്ടാണല്ലോ നമ്മൾ ഇതിനെ ടെക്നീഷ്യന്മാരെ ട്രെയിനിങ് കൊടുത്ത് ടെക്നീഷ്യന്മാരാക്കിയിട്ട് ഇറക്കുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ നിലവിൽ മറ്റ് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളൊന്നും എൻ്റെ അറിവിലില്ല. അപ്പോൾ നമ്മളതിനുള്ള ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ആളുകളും ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം നമ്മളിവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇനിയും നമ്മുടെ ലക്ഷ്യത്തിൽപ്പെട്ട തന്നെയാണ് അതൊക്കെ. പിന്നെ എവിടെയാണ് അലൈൻമെൻറ്റ് ഷോപ്പുകൾ ഇടാനുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞിരുന്നുള്ളൂ. ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ടതാണ്. ഓരോരുത്തരും ആർക്കാണോ താല്പര്യമുള്ളത് അവരവർ ഓരോ ഏരിയകൾ കണ്ട് മനസ്സിലാക്കി അവിടെ അലൈൻമെൻറ്റ് ഷോപ്പുകൾ ഇടുക. ഓക്കെ. അപ്പോൾ ലൊക്കേഷനുകൾ ചിലപ്പോൾ ഒരു ഏരിയയിൽ തന്നെ 1, 2, 3 ഷോപ്പുകളൊക്കെ വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ലൊക്കേഷനുകളൊക്കെ നമ്മൾ ഓരോരുത്തരും തന്നെ കണ്ടെത്തി മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ നിലവിലുള്ള ഷോപ്പുകൾ പൂട്ടാതെ ഇരിക്കാൻ എന്താണ് ഒരു വഴി പറയൂ. നിലവിലുള്ള അലൈൻമെൻറ്റ് ഷോപ്പുകൾ പൂട്ടാതിരിക്കാനുള്ളൊരു വഴി പറഞ്ഞു തരാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിലവിലുള്ള ഷോപ്പുകൾ ഇപ്പോൾ അലൈൻമെൻറ്റ് ഷോപ്പ് എന്നല്ല, ഏതൊരു ഷോപ്പായി കഴിഞ്ഞാലും ഇപ്പോൾ ടെക്സ്റ്റൈൽസ് എത്രയോ വരുന്നുണ്ട്, എത്രയോ പോകുന്നുണ്ട്, എത്രയോ ഹോട്ടലുകൾ വരുന്നു പോകുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും അങ്ങനെ വരുന്നു പോകുന്നു. നിലവിൽ അലൈൻമെൻറ്റ് ഷോപ്പുകൾ മാത്രമല്ല, എല്ലാ മേഖലയിലും പൂട്ടുന്നുണ്ട്, തുറക്കുന്നുണ്ട്. അപ്പോൾ പൂട്ടാതിരിക്കാനുള്ള പല വഴികളുണ്ട്. അതൊരു ചോദ്യത്തിൻ്റെ ഒരു മറുപ്രധാനം തന്നെയാണ്. അതിന് ഞാൻ ഒഴിവാക്കുന്നില്ല. അതിന് നമ്മൾക്ക് നല്ല മാർഗ്ഗങ്ങൾ കാണണം. ഇതിനകത്ത് പ്ലസ് എന്തൊക്കെ ചെയ്യാനുള്ളത്, വരുമാനം കൂട്ടാനുള്ള എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് അതിനുള്ള ഒരു ടിപ്സും കൂടി ഞാൻ പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നിങ്ങളുടെ വർക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊന്നും കൂടി ആളുകൾക്കൊക്കെ ഒന്നും കൂടി വിശ്വാസ്യത കൂടൂലേ എന്നുള്ള ഇതാണ്. തീർച്ചയായിട്ടും അത് പരിഗണിക്കുന്നുണ്ട്. എന്താണ് അലൈൻമെൻറ്റ് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കാനും പറ്റില്ല. അലൈൻമെൻറ്റിനെ പറ്റി കൂടുതൽ അറിയാത്ത ആളുകളായിരിക്കാം. അലൈൻമെൻറ്റിനെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ട്, വീൽ അലൈൻമെൻറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ്സിലേക്കൊക്കെ ഒന്ന് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അതിൻ്റെ നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ നല്ലൊരു അഭിപ്രായമാണ് കാണിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പോൾ ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമാണോ? തുടങ്ങാൻ പറ്റിയ സമയമാണോ എന്നുള്ള ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ പ്രതിസന്ധികളൊക്കെ ആയിരിക്കും. പക്ഷേ ഏതൊരു സമയത്തും എനിക്ക് തുടങ്ങാൻ പറ്റുന്ന സമയം മറ്റുള്ളവർക്ക് പറ്റുന്ന സമയമായിരിക്കില്ല. മറ്റുള്ളവർക്ക് തുടങ്ങാൻ പറ്റുന്ന സമയം എനിക്ക് തുടങ്ങാൻ പറ്റുന്ന സമയമായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ എല്ലാ ബിസിനസ്സും തുടങ്ങാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞൊരു സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചില ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ നമുക്കുണ്ടാവും. എങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ, ചെറിയ രീതിയിലാണ് തുടങ്ങാൻ പറ്റുന്നത്, ആ രീതിയിൽ നമ്മൾ തുടങ്ങുക. ബുദ്ധിമുട്ടുള്ള ആളുകൾ, അതിൽ പറ്റാത്ത ആളുകൾ അതിനുള്ള ഗ്രൗണ്ട് ഒരുക്കി വെക്കുക. എങ്ങനെയൊക്കെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ചപ്പോൾ തന്നെ ഇപ്പോൾ ഉദ്ദേശിച്ചു എന്നിട്ട് നാളെ തന്നെ തുടങ്ങാൻ പറ്റുന്നൊരു പരിപാടിയല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഒരുക്കി ക്ലിയറാക്കി വെച്ച് നമ്മളങ്ങോട്ട് തുടങ്ങുക, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു 2 വർഷമെങ്കിലും ഈ മേഖലയിൽ പ്രവർത്തിച്ച് തുടങ്ങിയിട്ട് അഭിപ്രായം പറയും. എന്നെ കുറിച്ച് കൂടുതൽ മനസ്സിലാകാത്ത ഒരാളാണെന്ന് തോന്നുന്നു. ഒരു 1-2 വർഷമെങ്കിലും ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് എന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശദീകരിക്കണമെങ്കിൽ ഒരുപാടുണ്ട്. ഏകദേശം 2003
പ്രവാസിയാണ് ഞാൻ. 2003 കുവൈത്തിലേക്ക് പോയ ആളാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇവിടെ വർക്ക്ഷോപ്പ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ 2003 പോയി. പിന്നെ 2010 തിരിച്ചു വന്നു. അപ്പോൾ എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏകദേശം 2003 ഗൾഫിലേക്ക് പോയി, കുവൈത്തിലേക്ക് പോയി. അവിടെ അബ്ബാസിയ, പർവാനിയ, അതുപോലെ തന്നെ ഷോയ്ക്ക് അങ്ങനെയുള്ള മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു. കുവൈത്ത് നാഷണൽ പെട്രോളിയം കമ്പനിയിൽ KNPC ഉണ്ടായിരുന്നു. ഈ വർക്ക്ഷോപ്പ് മേഖലയിൽ 2000-ൻ്റെ മുമ്പ് നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് വന്ന് ഏകദേശം 2012 തുടക്കത്തിൽ ഞാൻ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. വീൽ അലൈൻമെൻറ്റ് ഷോപ്പ്. ഏകദേശം ഇപ്പോൾ 2026 നിങ്ങൾക്ക് തന്നെ കണക്കൂട്ടാം എത്ര വർഷമായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ 2 വർഷം എന്നുള്ളതാണ് എത്ര വർഷം എന്നുള്ള കണക്കൂട്ടാം. അപ്പോൾ ഓക്കെ, അങ്ങനെ അതിൻ്റെ എക്സ്പീരിയൻസും അതിലുള്ള ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ വിശദമാക്കി പറയേണ്ടതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ആൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കൂടുതൽ വിവരങ്ങൾ, നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ആളുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.